അവൾക്ക് കുറച്ചെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും വീട്ടിലെത്തിയനെ. അവര് വീട്ടിലേക്ക് തനിയെ വരുന്ന എനിക്ക് തോന്നുന്നില്ല. എടാ അവൾ ആ ദിനോസറിന്റെ സ്വഭാവം എല്ലാം പഠിച്ച് അവരുടെ കൂടെ തന്നെ താമസിക്കാൻ പോകുന്നു തോന്നുന്നു. നീ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്തിനാ പോകുന്ന വഴിക്ക് കുളിക്കാനാ? നീ പറഞ്ഞു കേറി ഫോൺ അടിക്കണം, ആദ്യം അത് എടുക്ക്. സരോജിനിയടാ, ഞാനില്ലാതെ അവൾക്ക് ഇരിക്കാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് എന്റെ കാല് വീഴാൻ വേണ്ടി അവൾ വിളിക്കുന്നത്. സരോ, സ്നേഹം കൂടുമ്പോ ഞാൻ അവളെ ഇങ്ങനെ വിളിക്കുന്നത്. നിനക്കൊന്നും തോന്നുന്നു കേട്ടോ. സരോജിനി നീ പറ. ഹലോ സർ, വി ആർ കോളിംഗ് ഫ്രം ACBC ബാങ്ക്. സർ, നിങ്ങൾക്ക് 10 lakhsന്റെ ഹൗസിംഗ് ലോൺ. ഞാൻ നിന്നോട് കാശ് ചോദിച്ചോടാ. ആരാണ് നിനക്ക് എന്റെ ഫോൺ നമ്പർ തന്നത്? സർ, ടെൻഷൻ തോന്നുന്നു. എന്ത് ടെൻഷൻ? എന്താണോ ടെൻഷൻ? സർ, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും. എടാ, ഇപ്പോഴത്തെ എന്റെ ടെൻഷൻ എനിക്ക് എന്റെ ഭാര്യ വേണം. അവളോടെ ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കാം. അതിന് പകരം ഞാൻ നിന്റെ ഭാര്യയോട് സംസാരിക്കട്ടെ. എന്ത് ടെൻഷൻ? ഈ നശിച്ച നാട്ടിൽ നിന്ന് വണ്ടി എടുത്താൽ വീട്ടിൽ കൊണ്ടിട്ട് വണ്ടി നിർത്താവുള്ളൂ. പറഞ്ഞാടല്ലോ. സാറ് വന്നേ. പേടിച്ചു പോവാണോ സർ? അത് തെറ്റാണെന്ന് തോന്നുന്നില്ലേ? തെറ്റ് ചെയ്തു ഞാൻ. അന്ന് തോക്കെടുത്തപ്പോഴേ വെടിവെച്ച് കൊല്ലണ്ടായിരുന്നു. എല്ലാവർക്കും ഇവനാ കാരണം. പാവാ സാറേ അവൻ. ഇപ്പൊ അവന്റെ സാമർത്ഥ്യം കണ്ടില്ലേ? എന്താ എല്ലാ തോന്നിയ ദിവസം കാട്ടി കൂട്ടിട്ട് എന്നെ അഡ്വൈസ് ചെയ്യണോ നീ? യു സീ ദാറ്റ്? ഇപ്പൊ പോലും സാർ വേറെ ആരുടെങ്കിലും തലയില കുറ്റം ചുമത്താൻ ശ്രമിക്കുന്നത്. വേണ്ട സാർ, വേണ്ട. നഷ്ടം നിങ്ങൾക്കാ. അവര് തനിയെ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തിൽ സാറ് സ്വന്തം ജീവിതം കാറ്റി പറത്തിക്കൊണ്ടിരിക്കുക. എല്ലാ പ്രശ്നവും നീ ഒരുത്തം കാരണോ. നീ പോയി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. ഇല്ല സാർ, ഞാൻ വന്നില്ലെങ്കിൽ പോലും ഇതൊക്കെ സംഭവിച്ചേനെ. ഞാൻ പോയിക്കോളാം. കാരണം ഞാനും നിങ്ങളുടെ മോളും തമ്മിൽ ചേരില്ല. ഞാൻ പോവാൻ തീരുമാനിച്ചു. പക്ഷെ സരോജിനി അമ്മ ഇനി സാറിന്റെ അടുത്തേക്ക് വരില്ല. അതെന്റെ പ്രശ്നം, ഞാൻ നോക്കിക്കോളാം. സാർ വേണ്ട സാർ, സാർ തിരിച്ചു പോരുത്. നീ പോടാ. തിരിച്ചു പോരുത് സാർ, പോവരുത്. പോവരുത് സാർ. എന്താ ഇത്? കൊള്ളാലോ. സാരമില്ല, എന്നെ ഇനിയും തല്ലിക്കോ സാർ. എന്നെ തല്ലി കൊന്നിട്ട് വയ്ക്കും. അടിച്ചോ? എന്താ ഞാൻ തിരിച്ചടിക്കുമെന്നുള്ള പേടിയാണോ? നിങ്ങളുടെ സാറിന് ചൊണയില്ല. അയ്യോ, ചങ്കുറപ്പ് തീരെയില്ല. ഇപ്പൊ മനസ്സിലാണോ ചൊണയുണ്ടോന്ന്? അതെ, മനസ്സിലായി. അതുകൊണ്ടായിരിക്കും ഓടിപ്പോന്നല്ലേ? എന്താ സാറ് മാത്രം തിരിച്ചു മറിച്ച് അടിച്ചോണ്ടിരിക്കുന്നത്? എനിക്കെന്താ അടിക്കാൻ അറിയില്ല. ചൊണയുണ്ടെങ്കിൽ അടിക്കടാ. അടിക്കുവേ, അടിക്കുവേ. എങ്ങനെയുണ്ട്? എന്റെ മോൾക്ക് ഇത്തിരി പൊക്കം കുറവാന്ന് കരുതി നീ കേറി പ്രേമിച്ചു അല്ലേ? നിന്നെ ഞാൻ. അച്ഛനും മോൾക്ക് ഹൈറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഇത് ഒരുപോലെ ഇരിക്കുന്നത്. മൂളയില്ല. അയ്യോ സാറേ, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ. അടി മൂത്തല്ല, നന്നായി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കളിക്കും. കഴിഞ്ഞാ പറഞ്ഞ മതി, കൂട്ടി കൊണ്ടുപോവാ. ഇത് ശരിക്കുള്ള അടിയാണല്ലോ. സാർ തിരിച്ചു പോരുത്, തിരിച്ചു പോരുത്. സരോജിനമ്മ ഇല്ലാതെ സാർ ഇവിടുന്ന് തിരിച്ചു പോരുത്. പോകില്ല. താങ്ക് യു സർ. Cheers. സാർ കുറച്ച് ഫാസ്റ്റ് ആയി പോയെന്നൊരു സംശയം. ഇങ്ങനെ വേണം കുടിക്കാൻ. ഓക്കെ. മോനെ, ഇദ്ദേഹത്തിന്റെ ഒപ്പം കൂടിയാലേ കൂമ്പോ വാടിയത് തന്നെ. നീ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് തണുത്ത് പോയാലേ സരോജിനി എന്റെ കൂടെ വരുവുള്ളൂ എന്ന്. അത് കറക്റ്റാ. പക്ഷെ എനിക്ക് അതിന് കഴിയുന്നില്ലല്ലോ. ഈഗോ അത് വളരെ കൂടുതലാ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അടിച്ചത്. നിനക്ക് നൊന്തോ? ഛേ, സാർ അടിച്ചതൊന്നും എനിക്ക് വേദനിച്ചില്ല സാർ. പക്ഷേ ഇവിടെ വേദനിക്കുന്നുണ്ട് സാർ. തകർന്നു പോയി. ദേവു എന്റെ മനസ്സ് തകർത്ത് കളഞ്ഞു സാർ. ദേവുവിന് എന്നെ വിശ്വാസമില്ലാത്തത് എനിക്കൊരു പ്രശ്നമേ അല്ല സാർ. ഞാൻ ബോംബെ പോവും. ദേവു ഇല്ലാന്ന് വെച്ച് ഞാൻ മരിച്ചൊന്നും പോവില്ല സാർ. ഞാൻ ഇവിടെ ജീവിച്ചിരിക്കും സാർ. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ കാണും. ഞാനിവിടെ കാണും സാർ. ദേവു
ഹരീഷ് മോനെ ഐ ലവ് യു ഹരീഷ് മോനെ ഐ ലവ് ഹരീഷ് യു സരോജിനമ്മ ഇല്ലാതെ സാറിന് ജീവിക്കാൻ പറ്റുമോ സാർ? നഹി. അപ്പൊ സാറിനും വേദനിക്കുന്നുണ്ടല്ലേ സാർ? പേടിക്കണ്ട സാർ, ഞാൻ നിങ്ങളെ തമ്മിൽ ചേർത്തിരിക്കും. നിങ്ങളെ ഒന്നിപ്പിക്കുക മാത്രമല്ല, നിങ്ങളെ ഞാൻ പഴയ രാജശേഖരനാക്കും സാർ. അതെന്താ ഈ പഴയ രാജശേഖരൻ? അതോ സാർ, അവരെ മയക്കിയ രാജശേഖരൻ, അത് കൊള്ളാം. അവരെ ചിരിപ്പിച്ച രാജശേഖരൻ, അത് ഇളകി. അവരെ പ്രണയിച്ച രാജശേഖരൻ. Cheers!